ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ സ്നാനം, ക്രിസ്തീയ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാം. സ്നാനം എന്ന വിഷയം ചിലപ്പോൾ പലപ്പോഴും സഭകൾക്കിടയിലൊക്കെ തർക്കവിഷയമൊക്കെ ആകാറുള്ളൊരു വിഷയമാണ്. എന്നാൽ ദൈവവചനത്തിൽ സ്നാനത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴയ നിയമകാലങ്ങളിൽ യഹൂദർ ചെയ്തിരുന്നത് വംശീയമായിട്ടല്ല, മതപരമായി ആരെങ്കിലും യഹൂദ മതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഇങ്ങനെയാണ് ഒരു നിർദ്ദേശം അവർ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിലായിരുന്നു അവരെ യഹൂദ സമൂഹം സ്വീകരിച്ചിരുന്നത്. ഒന്നാമത് പരിച്ഛേദന, രണ്ടാമത് യാഗം, മൂന്നാമത് ജലത്തിലുള്ള സ്നാനം, ജലസ്നാനം. ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ നൽകിയിരുന്ന ജലസ്നാനം വെള്ളത്തിൽ മുഴുകിയുള്ള അല്ലെങ്കിൽ മുക്കിയുള്ള നിമജ്ജനം ചെയ്തുള്ള ഇമേർഷൻ ബാപ്റ്റിസം ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനാകുന്നത് ദൈവം നൽകുന്ന ഒരു ആലോചനയായിട്ടാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് കഴിയും: എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. പരീശന്മാരും ന്യായശാസ്ത്രിമാരും യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റില്ല. അവരാ ദൈവം നൽകിയ ആലോചനയെ വ്യർത്ഥമാക്കി കളഞ്ഞു, വെറുതെ ആക്കി കളഞ്ഞു എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്നാനം എന്ന മാനസാന്തര സ്നാനമാണ് തീർച്ചയായിട്ടും യോഹന്നാൻ കഴിപ്പിച്ചിരുന്നത്. അത് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു, പക്ഷെ അവരതിനെ തള്ളിക്കളഞ്ഞു. വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സ്നാനത്തെ കാണാനായിട്ട് കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാനെ ദൈവം ഈ ശുശ്രൂഷ ചെയ്യാനായി നിയമിക്കുന്നതിനെക്കുറിച്ച് കാണാനായിട്ട് വായിക്കാനായിട്ട് കഴിയും. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ 33-ാമത്തെ വാക്യത്തിൽ ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാനെ അയച്ചവൻ ദൈവമാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം തന്നെത്താൻ നിയമിച്ച, ദൈവം തന്നെത്താൻ വെച്ച വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ആ സ്നാനം നടന്നത്. അപ്പോൾ യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. അതിന് വ്യക്തമായൊരു അടയാളം ദൈവം യോഹന്നാന് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഇറങ്ങുന്നുവോ അത്, അല്ലെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിലാണ് സ്നാനം കഴിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് നൽകുക. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ യോഹന്നാൻ്റെ സ്നാനം അല്ലെങ്കിൽ ഈ ശുശ്രൂഷ കർത്താവ് അനുസരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് കഴിയുക. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനന്തരം യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടൻ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അവിടെ വ്യക്തമായി യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുകയും സ്നാനപ്പെട്ട രീതിയും അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത്
കർത്താവ് നൽകുന്ന മഹത്തായ ദൗത്യം, അവിടെയും ഈ സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മത്തായി സുവിശേഷം 28-19 വാക്യങ്ങളിൽ നമുക്ക് അത് വായിക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. സ്നാനം എന്ന് പറയുന്നത് കർത്താവ് നൽകിയ ഒരു കൽപ്പനയാണ്. ശിഷ്യന്മാരോട് അവസാനമായി കർത്താവ് ഏൽപ്പിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. ദൗത്യത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്: നിങ്ങൾ പോകണം, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വേണം സ്നാനം കഴിപ്പിക്കാൻ. എന്നിട്ട് സ്നാനം കഴിഞ്ഞവരോട് ഞാൻ എന്തൊക്കെ കൽപ്പിച്ചോ, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് യേശു കർത്താവ് എന്തൊക്കെ കൽപ്പിച്ചിരുന്നോ അതൊക്കെ ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കുവാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം നൽകുക. അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും പറയാൻ, ലോകാവസാനത്തോളം നിങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് തന്നെത്താനാണ് ഈ സ്നാന ശുശ്രൂഷയെ, അല്ലെങ്കിൽ അതിനെ, ആ നിയോഗവും അതിൻ്റെ സ്ഥാപനവും നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നേരത്തെ യേശുവിനെ സ്നാനപ്പെടുത്തിയ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോയാൽ വീണ്ടും അതിൻ്റെ ഉറപ്പുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാം, പരിശുദ്ധാത്മാവ് തന്നെത്താനാണ് ഇതിന് ഉള്ള അധികാരം, അല്ലെങ്കിൽ ഈ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യപ്പെടുത്തൽ, സ്നാനത്തിന് വേണ്ടിയുള്ള സാക്ഷ്യപ്പെടുത്തൽ നടത്തുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മളൊക്കെ രേഖകളൊക്കെ അറ്റസ്റ്റ് ചെയ്യുമല്ലോ, ഔദ്യോഗിക പദവിയിലുള്ളവരെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തും എന്ന് പറയുന്നത് പോലെ ഈ സ്നാനത്തെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് തന്നെ നമുക്ക് ഈ ഭാഗം നമുക്ക് വായിക്കാൻ കഴിയും. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും: പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പാൻ കൽപ്പിച്ചു. അപ്പോൾ അവിടെയും സ്നാനപ്പെടുത്തുന്നതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ പറയുകയാണ്, പത്രോസ് പറയുകയാണ്, സ്നാനപ്പെടുത്താനായിട്ട് പറയുക. ഇത് നമുക്ക് കാണാൻ കഴിയും പഴയ സഭകളിൽ, ആദിമ സഭയിൽ ഇത് തുടർന്നു വന്നു എന്നുള്ളത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ആദിമസഭ അനുവർത്തിച്ച് വന്നിരുന്ന ഒരു ഉപദേശമാണ്, അവർ ചെയ്തു വന്നിരുന്നതാണ്, അവർ അനുസരിച്ച്. അതായത് വീണ്ടും ജനിച്ചവർ അവരെ പഠിപ്പിച്ച് അവർ സ്നാനത്തിലേക്ക് അവർ നയിച്ചു. അങ്ങനെയാണ് ശിഷ്യന്മാരുണ്ടായത്. വിശ്വസ്തരായ, കർത്താവിന് വേണ്ടി തന്നെത്താൻ ലഭ്യമാക്കിയിരുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട് മുമ്പോട്ട് പോയിരുന്ന, അപ്പോസ്തലന്മാർക്ക് യഥേഷ്ടം പഠിപ്പിക്കാൻ കഴിയുമായിരുന്ന ശിഷ്യന്മാരെ അവർ ഉളവാക്കി. ആ ശിഷ്യന്മാർ പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ആ ശിഷ്യന്മാർ വന്നു. 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് അപ്പോസ്തലന്മാരുടെ ആ ഉപദേശം അവർക്ക് നൽകുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം, ഒന്ന്. രണ്ടാമത് പറയുന്നത്, നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഒരു ഉപദേശമായിട്ട് തന്നെ അപ്പോസ്തലന്മാർ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ അവരെ സ്നാനപ്പെടുത്തി, പിന്നെ അവരെ വചനത്തിൽ ഉറപ്പിച്ച്, വചനത്തിൽ വേരൂന്നി വളരുവാൻ അവരെ പഠിപ്പിച്ച് ഉറപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയാണ് സ്നാനപ്പെടേണ്ട രീതി എന്താണെന്നുള്ളത് പലപ്പോഴും ഒരു തർക്ക വിഷയമായിരുന്നു. എന്നാൽ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിനോടൊപ്പം സഭാചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ അവ്യക്തത പൂർണ്ണമായും മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷ് ഭാഷയിൽ ബാപ്റ്റൈസ് എന്ന പദം കടന്നു വന്നിരിക്കുന്നത് ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആ പദത്തിൻ്റെ മൂലപദം എന്ന് പറയുന്നത് ബാപ്റ്റോ എന്നാണ്. ആ ബാപ്റ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം ടു ഡിപ്പ്, മുക്കുക, നിമഞ്ജനം ചെയ്യുക എന്നാണ്. അപ്പോൾ ഈ പദം തന്നെയാണ് നമ്മൾ വേദപുസ്തകത്തിനകത്ത് മുഴുവൻ നമ്മൾ വായിക്കുന്നത്. ആ പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ബാപ്റ്റോ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വന്നാൽ അതിൽ 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാപ്റ്റോ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഞാൻ അപ്പഖണ്ഡം മുക്കിക്കൊടുക്കുന്നവൻ, അവിടെയും മുക്കി എന്നുള്ളതിന് ഈ ബാപ്റ്റോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 19-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. ഈ പദത്തിൻ്റെ മൂല അർത്ഥം ഇമേർഷൻ അഥവാ നിമഞ്ജനം എന്ന് തന്നെയാണ്. അതായത് ഒരു പദാർത്ഥത്തെ വെള്ളത്തിലേക്ക് ആഴ്ത്തുക, നിമഞ്ജനം ചെയ്യുക, പിന്നീട് പുറത്തേക്ക് എടുക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇമേർഷൻ, ബാപ്റ്റോ എന്നുള്ളത്. അപ്പോൾ ഈ പദത്തെ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഗ്രേറ്റ് കമ്മീഷൻ അഥവാ മഹത്തായ ദൗത്യം എന്ന പേരിൽ ദൈവം ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം വാസ്തവത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുകയല്ല, മറിച്ച് ആ പദം എങ്ങനെയാണോ അതുപോലെ തന്നെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മലയാള ഭാഷയുടെ ചില പരിമിതികളിൽ നമുക്ക് ബെഞ്ച്, ഡെസ്ക് എന്നൊക്കെ ഉള്ളതിന് വേറെ പദങ്ങളില്ല. നമ്മൾ ബെഞ്ച്, ഡെസ്ക് എന്നൊക്കെ തന്നെയാണ്. അതുപോലെ ഉള്ള പല റേഡിയോ എന്നൊക്കെ ഉള്ളതിന് നമ്മൾ അതേ പദങ്ങൾ തന്നെയാണ് ഉപയോഗിച്ച് വന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പദം അങ്ങനെ തന്നെ ഗ്രീക്കിൽ നിന്ന് ബാപ്റ്റിസോ എന്ന് തന്നെയാണ് തർജ്ജമ ചെയ്തിരുന്നത്. അതിൻ്റെ അർത്ഥം മുക്കുക എന്നാണ്. ട്രാൻസ്ലേഷൻ അല്ല, ട്രാൻസ്ലിട്രേഷൻ ആണ് സംഭവിച്ചത്. അതങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് അതായത് എന്തെങ്കിലും ഇപ്പോൾ ഒരു വസ്ത്രത്തിന് ഒരു നിറം പിടിപ്പിക്കാൻ വേണ്ടി അതിനെ മുക്കുന്നത് പോലെ, നിറത്തിൽ മുക്കുന്നത് പോലെ ഒക്കെയുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഇതേ പദം. ഇത് നമുക്ക് ഈ ബാപ്റ്റിസോ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് BC 5-ാം നൂറ്റാണ്ട് മുതലേ നമുക്ക് ഇത് കാണാനായിട്ട് കഴിയും. ആ സമയം മുതലേ ഈ കാര്യങ്ങൾ BC 5-ലൊക്കെ ഇതേ കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് കാണാൻ കഴിയും. 1-2 നൂറ്റാണ്ടുകളിൽ എല്ലാം ഇതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ ബാപ്റ്റോ അല്ലെങ്കിൽ ബാപ്റ്റിസോ എന്ന ഈ പദം ഒരിക്കലും നിഷ്ക്രിയമായിട്ടല്ല ഉപയോഗിച്ചിരുന്നത്. തീർച്ചയായിട്ടും അതിനെ നിഷ്ക്രിയമായിട്ടല്ല, അതിനൊരു പ്രവൃത്തിയുണ്ട്. അതായത് വെള്ളത്തിൽ മുക്കുക, പുറത്തേക്ക് എടുക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് തെളിവുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുവിൻ്റെ സ്നാനത്തിൽ അത് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എത്യോപ്യയിലെ ആ ഷണ്ടനെ സ്നാനപ്പെടുത്തുന്ന അപ്പോസ്തലപ്രവൃത്തിയിൽ 8-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ ഇതേ പദം ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. പലപ്പോഴും വേദ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാനൊക്കെ റെഫർ ചെയ്യുന്ന, പഠിക്കാൻ ഉപയോഗിക്കുന്ന ഡിഡാക്കെ എന്ന പുസ്തകത്തിലും ഇതേ കാര്യം ഇങ്ങനെയാണ് സ്നാനം നൽകിയിരുന്നതെന്ന്, അതായത് AD 100-110 കാലഘട്ടങ്ങളിലാണ് ഡിഡാക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്തും ഇതേ ഭാഗം നമുക്ക് കാണാം. അവിടെ ഈ ഒഴിക്കുക, തളിക്കുക എന്നുള്ളതിനൊക്കെ ഗ്രീക്ക് ഭാഷയിൽ ഈ എക്സിയോ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സ്നാനം എന്നുള്ളതിന് ഇമേർഷൻ, അതിന് ബാപ്റ്റിസോ എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. വേദപണ്ഡിതനായ ഫിലിപ്പ് ഷാഫ് അദ്ദേഹം
സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർട്ടിൻ ലൂഥർ, ജോൺ കാൽവിൻ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ഇമേർഷൻ അഥവാ ബാപ്റ്റിസോ എന്ന രീതിയിൽ മുഴുകൽ സ്നാനം തന്നെയാണ് ആദിമ സഭ അനുവർത്തിച്ച് വന്നിരുന്നത്, അനുസരിച്ച് വന്നിരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാം നൂറ്റാണ്ടിലെ ഒരു യഹൂദ ചരിത്രകാരനായ ജോസിഫസ്, അദ്ദേഹം യോഹന്നാൻ സ്നാപകനെ വിളിച്ചിരുന്നത് ജോൺ ദ ഡിപ്പർ അഥവാ ഇതുപോലെ മുഴുകൽ സ്നാനം നൽകുന്ന യോഹന്നാൻ എന്നാണ്. തീർച്ചയായിട്ടും ഈ സ്നാനം നൽകിയിരുന്നത് ജാതികൾക്കായിട്ടുള്ളവർക്കായിരുന്നു. യഹൂദ മതത്തിലേക്ക് വരുന്ന ജാതികൾക്ക് വേണ്ടിയാണ്. അവർക്ക് ആ ജാതികളായിട്ടുള്ളവർക്ക് നൽകിയിരുന്ന സ്നാനം ഈ ഇമേർഷൻ അഥവാ മുഴുകൽ സ്നാനം തന്നെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നാൽ വെള്ളം തളിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം വേറെ ഒന്ന്, റാൻറ്റിസോ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ മുഴുകൽ സ്നാനം AD 1311 വരെ സഭ അനുവർത്തിച്ചു വന്നിരുന്നു. അതിനുശേഷമാണ് ചില തർക്കങ്ങൾ ഉണ്ടാകുകയും ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശിശുക്കളെ സ്നാനപ്പെടുത്താനും കൂടെ ആരംഭിച്ചതെന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ആംഗ്ലിക്കൽ സഭ ഈ തളിക്കൽ സ്നാനം ആരംഭിച്ചത് 1644 മാത്രമാണ്. അതിനു മുമ്പ് സഭ നൽകിയിരുന്നത് മുഴുകൽ സ്നാനം തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ട് സ്നാനപ്പെടണം, അല്ലെങ്കിൽ എന്താണ് സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഓരോ ദൈവമക്കളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും: അല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും അവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ സ്നാനപ്പെടേണ്ടത് എങ്ങനെയാണ്? അവിടെ എന്തിനെ നാം സ്നാനപ്പെടണം എന്നവിടെ പറയുകയാണ്. അവിടെ പറയുന്നത് യേശുവിനോട് ചേരുവാൻ, യേശുവിനെ അല്ലെങ്കിൽ ആ ക്രൈസ്റ്റ് ലൈക്നെസ്, യേശുവിനെ പോലായിത്തീരുവാൻ, യേശുവിൻ്റെ മരണത്തിൽ, യേശുവിൻ്റെ സംസ്കാരത്തിൽ അഥവാ അടക്കത്തിൽ, വീണ്ടും യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ നാം ചേരുവാനാണ് സ്നാനമേൽക്കുന്നത് എന്നവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുക, ആ ഒരു വലിയ ഉത്തരവാദിത്വമാണ് സ്നാനത്തിലുള്ളത്. വീണ്ടും അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ 4-5 വാക്യങ്ങൾ, റോമാലേഖനം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ അവൻ്റെ സ്നാനത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ, റോമാലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 4-5 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുക, വീണ്ടും യേശുവിൻ്റെ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുക. അതായത് ഞാൻ മരിച്ചു, എൻ്റെ പഴയ മനുഷ്യനെ മരണത്തിനേൽപ്പിച്ചിട്ട് ജീവൻ്റെ പുതുക്കത്തിൽ പുതിയ മനുഷ്യനായി ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചാണ് അവിടെ പറയുക. വേറൊരു രീതിയിൽ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശയ്ക്ക് അടിവരയിടുന്നതാണ്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ, അവൻ്റെ നിത്യതയ്ക്ക് ഉറപ്പ് നൽകുന്ന ഒന്നാണ് സ്നാനം. തീർച്ചയായിട്ടും മരിച്ച വ്യക്തിയെ അടക്കണം. 3-ാമത്തെ കാര്യം അതാണ്. മരിച്ച വ്യക്തിക്ക് തീർച്ചയായിട്ടും ശവസംസ്കാരം ആവശ്യമാണ്. ആ മരിച്ച ശരീരം, ഭൗതിക ശരീരം നമ്മൾ അടക്കുന്നു. റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചു 3-4 വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പഴയ മനുഷ്യനെ അടക്കുകയാണ്, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ ക്രിസ്തു യേശുവിനോടുകൂടെ കുഴിച്ചിടുകയാണ്. ആ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയ മനുഷ്യനില്ല, പിന്നെ പുതിയ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്.
നമ്മൾ കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കൊലോസ്യ ലേഖനത്തിനകത്ത് കുറേ കൂടെ അതിന് വ്യക്തത നമുക്ക് നൽകുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഭൂമിയിലുള്ള ഇങ്ങനെയുള്ള അവയവങ്ങൾ അവിടെ വ്യക്തമായി പറയുകയാണ്. ദുർനടപ്പ് എന്ന് പറയുന്നത് പഴയ മലയാളമാണ്. ലൈംഗിക പാപങ്ങൾ, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കാനാണ് സ്നാനപ്പെടുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ സ്നാനമേൽക്കുന്നത് യേശുവിനെ ധരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ യേശുവിനെ ധരിക്കുക. അപ്പോൾ ആ ധരിക്കുമ്പോൾ അതിനു മുമ്പൊരു കാര്യം നടക്കേണ്ട ഒരു കാര്യം, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക എന്നുള്ളതാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക. പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, താല്പര്യങ്ങളെല്ലാം രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിച്ച് യേശുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായി തീരുക. അതാണ് അവിടെ അർത്ഥമാക്കുക. അവിടെ പാപമോചനം എന്നൊരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം വായിച്ച അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപമോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി കൂടെയാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. ആദ്യം മാനസാന്തരം ഉണ്ടാവണം. അനുതാപമുണ്ടായാൽ മാത്രമേ സ്നാനപ്പെടുത്തിയിട്ട് കാര്യമുള്ളൂ. അവൻ പാപത്തെക്കുറിച്ച്, തെറ്റിനെക്കുറിച്ച് പാശ്ചാത്തപിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. ഒരു ദൈവഭക്തൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ വെറുതെ പോയി സ്നാനപ്പെടരുത്, അനുതപിച്ച് മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെടണം. ഇല്ല എങ്കിൽ കേവലം ഒരു നേന്ത്രക്ക വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇത് മീനാകും എന്ന് വിശ്വസിക്കുന്ന പോലെയും ഇത് മീനാകണമെന്ന് പറയുന്നത് പോലെയും മാത്രമേ ഉള്ളൂ. ആന്തരികമായി മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ബാഹ്യമായി അവൻ്റെ ഒരു സ്നാനം എന്ന് പറയുന്നത് കേവലം ഒരു കർമാചാരം മാത്രമായിട്ട് അവസാനിക്കും. കുറെ കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ആ പാപം ചെയ്തവനെ സ്നാനപ്പെടുത്തി, ആ പാപത്തിൽ തന്നെ ജീവിക്കുന്നവനെ സ്നാനപ്പെടുത്തിയാൽ അവനെ ഒരു കുതിർന്ന പാപിയാക്കാമെന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവന് ആന്തരികമായി മാറ്റമൊന്നും വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പത്രോസ് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ സ്നാനത്തിന് മറ്റൊരു പ്രാധാന്യമുണ്ട് എന്ന് പത്രോസ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, അവിടെ നോഹയുടെ പെട്ടകത്തിൽ നോഹയുടെ കുടുംബം രക്ഷ പ്രാപിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്നാനമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കളയാനായിട്ടല്ല, പിന്നെയോ ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകാനുള്ള ഒരു അപേക്ഷയായിട്ടാണ് ഈ സ്നാനം എന്ന് നമ്മളോട് അവിടെ പറയുന്നുണ്ട്. റോമാലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ രക്തത്താൽ തളിക്കപ്പെട്ടവരാകുക. എബ്രായ ലേഖനത്തിലും 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ കാര്യം കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 19-ാം അധ്യായം, എബ്രായ ലേഖനം 10-ാം അധ്യായം
19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തരിശിലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യം ദേവാലയത്തിന്മേൽ മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. നമുക്ക് കർത്താവിലേക്ക് ധാരാളമായിട്ടുള്ള പ്രവേശനത്തെ തരുന്ന ഒന്നാണ് സ്നാനം. നമ്മൾ നേരത്തെ വായിച്ചല്ലോ. അടുത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് പറയുകയാണ്. നിങ്ങൾ സ്നാനപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ, നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. വീണ്ടും അപ്പോസ്തലപ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അവിടെ പുതിയ ജീവനെക്കുറിച്ച് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം അതിൽ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് കഴിയുക. റോമാലേഖനത്തിലും സമാനമായ വാക്യമുണ്ട്, നമ്മൾ വായിച്ചു. 6-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിലും ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. പുതിയൊരു ജീവന് വേണ്ടി, പുതിയ ജീവൻ, പുതിയൊരു വ്യക്തി, പുതിയൊരു ജീവൻ, അതിനുവേണ്ടി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ആണ് സ്നാനമേൽക്കുന്നതെന്ന് ആവർത്തിച്ച് ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. അവരെങ്ങനെ നടന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ മറ്റു പല വാക്കുകളിലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ വ്യക്തമായി പറയുന്നത് അവർ ആദ്യം മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തരത്തിന് ശേഷം അവർ മുമ്പോട്ട് വന്ന് സ്നാനപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ വന്നവരെ അപ്പോസ്തലന്മാർ അവരെ പ്രബോധിപ്പിച്ചു, അവരെ ഉത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ തുടർന്ന് പിന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമാലേഖനത്തിലോട്ട് വരുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ സമാനമായ കാര്യം കാണാനായിട്ട് കഴിയും. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ പുതിയ ജീവൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പുതുജീവൻ, പഴയ മനുഷ്യൻ അല്ല, പഴയ ജീവിതമല്ല, അവൻ്റെ ഒരു ജീവിതം മാറി പുതിയ ജീവനായിട്ട് മാറിയതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് കഴിയും. സ്നാനത്തിനെക്കുറിച്ച് നമുക്ക് പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നതെല്ലാം ഒരുപക്ഷെ ഇത്രയും കേട്ടപ്പോൾ മാറിക്കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരിക്കലും സ്നാനം വിശുദ്ധന്മാർക്ക് വേണ്ടിയല്ല നടത്തിയിരുന്നത്, പാപികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നവർക്ക് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് സ്നാനം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ സ്നാനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 22-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 22-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് കഴിയും: എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. അപ്പോൾ സ്നാനമേൽക്കുന്നത് പാപങ്ങളെ കഴുകിക്കളയുന്നൊരു ശുശ്രൂഷയാണ്. ആ പാപജീവിതത്തിൽ നിന്ന് വിട്ടുമാറി മറ്റൊരു വിധത്തിൽ ജഡത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടല്ല, ദൈവവുമായിട്ടുള്ള നല്ല മനസ്സാക്ഷി, ദൈവവുമായും മനുഷ്യനുമായും നല്ല മനസ്സാക്ഷി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ആ ബന്ധം. ലംബമായും തിരശ്ചീനമായുമുള്ള ബന്ധമാണ് ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കേണ്ടത്. ലംബമായി ദൈവത്തോടും തിരശ്ചീനമായി മനുഷ്യരോടും എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, കർത്താവിൻ്റെ മരണത്തോട്, കർത്താവിൻ്റെ അടക്കത്തോട്, അതുപോലെ തന്നെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുക എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നാൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച
ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് കാണാനായിട്ട് കഴിയും. ഇതുതന്നെയാണ് സ്നാന ശുശ്രൂഷയിൽ ചെയ്യുന്നത്. ജലത്തിൽ നമ്മളെ മരിച്ച വ്യക്തിയെ ജലത്തിൽ സംസ്കരിക്കുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഭാഗമായി ജലത്തിൽ നിന്ന് തന്നെ ഉയർത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ സ്നാന ശുശ്രൂഷയിൽ നമ്മൾ കാണുക. അതിൻ്റെ ആന്തരിക അർത്ഥമാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ മരിച്ച വ്യക്തിയെയാണ് തീർച്ചയായിട്ടും കുഴിച്ചിടേണ്ടത്. ജീവനോടെ കുഴിച്ചിടരുത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ മരിച്ച വ്യക്തിയെ കുഴിച്ചിടുന്നു, വീണ്ടും പുനരുദ്ധാനം, ഒരു ജീവൻ, നിത്യജീവനിലേക്ക് ഉള്ള പുനരുദ്ധാനം, അവൻ വീണ്ടും ജീവിച്ചെഴുന്നേറ്റ് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നത്, അതാണ് സ്നാനത്തിൻ്റെ ഒരു പ്രത്യേകത. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൽ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് കഴിയും. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയിൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവർ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു എന്ന് കാണാനായിട്ട് കഴിയും. വീണ്ടും ദൈവത്തോട് ഒന്നിപ്പിക്കുന്ന, മനുഷ്യന് നഷ്ടമായി പോയ ആ ബന്ധം പുനഃസ്ഥാപിച്ച് വീണ്ടും ദൈവത്തോട് ഒന്നിപ്പിക്കുന്ന ഒന്നാണ് സ്നാനമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനത്തിനകത്തും സമാനമായ കാര്യം പറയുന്നുണ്ട്. 3-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം: ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനെന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുയേശുവിൽ വീണ്ടും നമ്മളെ ഒന്നാക്കുന്ന ഒന്നാണ് സ്നാനം. സ്നാനം നമ്മളെ ഒരു നിറവിനാൽ നിറയ്ക്കുന്നതാണ്. ദൈവത്തിൻ്റെ സമാധാനം, പാപമോചനത്തിൻ്റെ ഭാരം, ആ പാപത്തിൻ്റെ ഭാരം നമ്മിൽ നിന്ന് നീങ്ങിപ്പോയിട്ട് ജീവൻ നമ്മൾ വ്യാപരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു നിറവുണ്ട്. ജീവൻ്റെ ഒരു നിറവ്, സമാധാനത്തിൻ്റെ നിറവ്, സന്തോഷത്തിൻ്റെ ഒരു നിറവ്. ആ നിറവ് നമുക്ക് സ്നാനത്തിലാണ് ലഭിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ളൊരു പ്രവേശനമാണ് സ്നാനം. നമ്മൾ ഏകാഗികളായി ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന, ആരുമില്ലാതിരുന്ന നമ്മളെ ദൈവം തൻ്റെ കുടുംബത്തിലേക്ക് കൈക്കൊള്ളുന്നത് കൂടെയാണ് ഈ സ്നാന ശുശ്രൂഷയിൽ കൂടെ സംഭവിക്കുന്നതെന്ന് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ അങ്ങോട്ടുള്ളൊരു പ്രവേശനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ളൊരു പ്രവേശനമാണ് സ്നാനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നാണ് സ്നാനം. യേശുക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനോടുകൂടെ മരിക്കണം. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചാൽ മാത്രമേ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയൂ. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് സഭയ്ക്കകത്താണ്. ഇംഗ്ലീഷ് ബൈബിൾ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി എന്നാണ്. അവർ ഇങ്ങനെ ചെയ്യുന്നതിൽ സ്ഥിരത കാണിച്ചു. സ്ഥിരമായി അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്ഥിരമായി അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക മാത്രമല്ല, കൂട്ടായ്മ ആചരിച്ചു. സ്ഥിരമായി അവർ അപ്പം നുറുക്കി പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയാണ് കൂട്ടായ്മ
സഭയുടെ ആവശ്യം, കൂട്ടായ്മയുടെ ആവശ്യത്തെക്കുറിച്ച് എടുത്ത് പറയുക. അവിടെ അപ്പം നുറുക്കലുണ്ട്. അപ്പം നുറുക്കുമ്പോൾ അവിടെ പറയുന്നത് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംശികളാകുന്നുവല്ലോ എന്നാണ്. നാം എല്ലാവരും ക്രിസ്തുവേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. മാത്രമല്ല, പ്രാർത്ഥനയിൽ അവർ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണമാണ് പ്രാർത്ഥന. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഓടിച്ചെന്ന് ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ളൊരു വാതിലാണ് പ്രാർത്ഥന. നമ്മളും ദൈവവും തമ്മിലൊരു പ്രാർത്ഥനയുടെ അകലമേ ഉള്ളൂ. അത്ര അടുത്താണ് നമ്മുടെ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. വാസ്തവത്തിൽ ആ ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ ഉയർത്തുന്നത് ക്രിസ്തുയേശുവിനോടുള്ള കൂടിച്ചേരലാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ ഉള്ള മരണം, അഥവാ ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നൊരു ദൈവവേദലിന് ധൈര്യമായിട്ട് പറയാനാകുന്നത്, പ്രസ്താവിക്കാനാകുന്നത്. ഞാൻ യേശുവിനോടുകൂടെ മരിച്ചു, ഞാൻ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാണ്. അതാണ് വാസ്തവത്തിൽ സ്നാനം നമുക്ക് നൽകുന്ന ബോധ്യവും, സ്നാനം നമുക്ക് നൽകുന്ന ധൈര്യവും, നിത്യജീവൻ്റെ പ്രത്യാശയും. ആ പ്രത്യാശയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. കൂട്ടായ്മയിലും സഭയിലും വിശുദ്ധന്മാരോടുള്ള സംസർഗത്തിലും അപ്പം നുറുക്കലിലും ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് നാം തന്നെത്താൻ ധൈര്യത്തോടെ പറയുന്ന അപ്പം നുറുക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും വർദ്ധിച്ചു വന്ന് കർത്താവിന് ഏറ്റവും പ്രയോജനമുള്ളവരായി തീരുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.